നിങ്ങൾക്കറിയാം, ഏറ്റവും ഒരുപക്ഷെ ലോക രാഷ്ട്രീയത്തിൽ നയതന്ത്രജ്ഞതയിൽ തന്നെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇന്നലെ ഉണ്ടായത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാഗ്വാദം നടത്തി എന്നുള്ളതാണ്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് വാണിജ്യ താല്പര്യം കൊണ്ട് മാത്രം അദ്ദേഹത്തോട് പെരുമാറാൻ ശ്രമിക്കുകയും യുദ്ധം കൊതി പൂണ്ട് നടക്കുന്ന ഒരാളാണ് വ്ളാഡിമിർ സെലൻസ്കി എന്ന രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുകയും പറയാനുള്ളത് വൈറ്റ് ഹൗസിലെ അമേരിക്കൻ പ്രസിഡന്റ് മുഖത്ത് നോക്കി പറയാൻ അയാൾ താല്പര്യം കാണിക്കുകയും ചെയ്തു യുക്രൈൻ പ്രസിഡന്റ്. എന്തായാലും ഈ ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്ന ഈ നിലപാടിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഞെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇതേ നിലപാടിൽ ആഹ്ലാദത്തിലാണ് റഷ്യയും ഹംഗറിയും പോലുള്ള രാജ്യങ്ങൾ. ഈ റഷ്യയുടെ ചുവട് പിടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് വൈറ്റ് ഹൗസിൽ നടന്നത്. പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ വൈറ്റ് ഹൗസിൽ സംഭവിച്ചത്. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഗുഡ് മോർണിംഗ് പറയാൻ തന്നെ ഞാൻ മറന്നുപോയി. അത് കുഴപ്പമില്ല എസ് കെ. ഒറ്റ ദിവസം കൊണ്ട് ലോകക്രമത്തെ മുഴുവൻ അട്ടിമറിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് ഇത് ആദ്യമായിട്ടല്ല, പക്ഷെ ഇത്രയും വലിയൊരു സംഭവം ആദ്യമായിട്ടാണ്. 1949 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഹാരി ട്രൂമാൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഹാരി ട്രൂമാൻ പറഞ്ഞത്, ഏതെങ്കിലും നാറ്റോ സഖ്യത്തിൽപ്പെട്ട നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ അംഗരാജ്യങ്ങൾ 30 വരുന്ന അംഗരാജ്യങ്ങളിൽ ആരെങ്കിലും തൊട്ടാൽ അത് അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമായി കരുതും. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രൊട്ടക്ഷൻ അമേരിക്ക ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ച 1949 ഏതാണ്ട് 51 24 വരുമ്പോൾ 75 വർഷം നീണ്ട ഒരു കരാറ്, ഒരു ഉറപ്പാണ് ഒറ്റ ദിവസം കൊണ്ട് ട്രംപ് അട്ടിമറിച്ചത്. യൂറോപ്പ് എതിരായിരിക്കുന്നു. സെലൻസ്കിയും ട്രംപും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൻ്റെത് കണ്ടതാണ്. കൃത്യമായിട്ട് ട്രംപിന് അജണ്ടയുണ്ടായിരുന്നു. ബിസിനസ്, 2 ഡൊമസ്റ്റിക് പൊളിറ്റിക്സ്, ആഭ്യന്തരത്തിൽ ഞങ്ങളിത് കാശ് മുഴുവൻ കൊണ്ടുപോയി യുക്രൈന് കൊടുക്കുന്നു. ഇതിനു വേണ്ടിയുള്ള ഒരു അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ഒരു വളരെ നേരോ ആയിട്ടുള്ള ഒരു നിലപാടാണ് ട്രംപ്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആണെന്ന് ഒരുപക്ഷെ മറന്നുപോയി. അത് മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് ഇതാ സെലൻസ്കിയെ ഞങ്ങളിതാ പിടിച്ചുകൊണ്ടു വന്നിരിക്കുന്നു, ഇതാ ഒപ്പിടിക്കാൻ പോകുന്നു, യുദ്ധം അവസാനിക്കുന്നു. പക്ഷെ അവിടെ കൊല്ലപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് ആൾക്കാർ, യുദ്ധം ചെയ്ത 3 വർഷം യുദ്ധം ചെയ്തവർ, 80 ലക്ഷം പേര് ഓടിപ്പോയവർ, ഇവരെയൊക്കെ ഡെസേർട്ട് ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഒറ്റ ആജ്ഞയ്ക്ക് മുമ്പിൽ പിന്മാറാൻ തയ്യാറായിരുന്നില്ല സെലൻസ്കി. കാരണം യുദ്ധം മുന്നണിയിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് സെലൻസ്കി ഒരുപക്ഷെ ഹോജിമിൻ വിയറ്റ്നാമിൽ അമേരിക്കയുടെ മൈറ്റിനെ എതിർത്തതുപോലെ വളരെ ശബ്ദം കുറച്ചാണെങ്കിലും ഫേമായിട്ട് സെലൻസ്കി പറഞ്ഞു നോ. അതുകൊണ്ട് മറ്റ് മിനറൽ, അവിടുത്തെ ധാതു നിക്ഷേപങ്ങളൊക്കെ അടിച്ചു മാറ്റാമെന്ന് ട്രംപ് വിചാരിച്ച കരാർ നടന്നില്ല. വൈറ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹത്തോട് പുറത്തു പോകാൻ പറഞ്ഞു. ഡിപ്ലോമസിയിൽ, നയതന്ത്രത്തിൽ ഒരു കാലത്തും ഉണ്ടാവാത്ത ഒരു ടേൺ, എടുത്തുചാട്ടക്കാരനായിട്ട് ട്രംപ് മാറിയിരിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ ട്രംപ്, റഷ്യയും ഹംഗറിയും കൂടെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല, നോർത്ത് കൊറിയയും കാണും, പക്ഷെ ലോകത്തിന് മുമ്പിൽ ട്രംപ് അപഹാസ്യനായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഒരുപക്ഷെ പറയാം, യുദ്ധം അവസാനിപ്പിക്കാനല്ലേ പറഞ്ഞത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ. അപ്പം വളരെ കൃത്യമായിട്ട് എസ് കെ എൻ നമുക്കത് കേൾക്കുമ്പോൾ അറിയാം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ ഇതിൽ 2014 ക്രീമിയ ഒരു ഇതുമില്ലാതെ ഞങ്ങളുടെ ഉക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചടക്കിയപ്പോൾ ആരും മിണ്ടിയില്ല. പിന്നീട് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് 2019 18 ഞങ്ങളെ കൊണ്ട് പീസ് ഡീലിൽ, സമാധാന കരാറിൽ പുടിൻ ഒപ്പിട്ടു. പിന്നീട് ഇതാ ഞങ്ങളെ ആക്രമിച്ചു ഒരു ഇതുമില്ലാതെ. ഇനി ഇതിലെത്തു വേണം. ഒരിക്കലും അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഈസ് എ കില്ലർ, ഈസ് എ ടെററിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതൊന്നും എന്നോട് പറയണ്ട, കൃത്യമായിട്ടാണ്. പക്ഷേ ട്രംപിന് പറ്റിയത് ഇതൊക്കെ ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ നടത്തുന്ന ചർച്ചകളാണ്. ഇത് അമേരിക്കൻ മീഡിയയുടെ മുമ്പിൽ നടത്തിയപ്പോൾ അമേരിക്കൻ മീഡിയ തന്നെ, മാധ്യമങ്ങൾ തന്നെ ട്രംപിനെതിരാവുന്ന അവസ്ഥയുണ്ട്. എല്ലാവരും ഞെട്ടിപ്പോയി. ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ ഇത് പ്രവചിക്കുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ്, നെതർലൻഡ്സിൻ്റെ നിന്നുള്ള നേതാക്കൾ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തുടങ്ങി യൂറോപ്പ് മുഴുവൻ ഇളകിയിരിക്കുന്നു. അവർ മുഴുവൻ വ്ളാഡിമിർ സെലൻസ്കിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടു എന്നുള്ള രീതിയിലാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയുടെ ഒരു അഹങ്കാരം യുക്രൈന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് റഷ്യയുടെ ഒരു ചെറിയ ചങ്ങാത്തം കിട്ടാം. പക്ഷേ ലോക ഓർഡറിൽ റഷ്യയ്ക്ക് ലോക പോലീസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എവിടെയും കയറി അഭിപ്രായം പറയുന്നത് US എയ്ഡ് നിർത്തിവെച്ചു. ഇപ്പോൾ രാജ്യങ്ങളെ മുഴുവൻ, കൂടെ നിൽക്കുന്ന സഖ്യരാഷ്ട്രങ്ങളെ, 10-45 സഖ്യരാഷ്ട്രങ്ങളെ വെറുപ്പിച്ചു. UN 193 രാജ്യങ്ങളിൽ ഏതാണ്ട് 160ഓളം രാജ്യങ്ങൾ യുക്രൈന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരാണ്. ആകെ 8 രാജ്യങ്ങളാണ് എതിർത്ത് രംഗത്തുള്ളൂ.
ബാക്കി രാജ്യങ്ങൾ മൗനം പാലിക്കുന്നവരുമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ലോക രാജ്യങ്ങളുടെ ഇത് തന്നെ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ട്രംപ് ഒറ്റ ദിവസം കൊണ്ട്. ഇത് മാത്രമല്ല, ട്രംപിനെ ചൂട് പിടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ആണ്. എസ് കെ അതങ്ങ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ജെ ഡി വാൻസ് ഇടയ്ക്ക് കയറിയിട്ട് നീ ആരാ ഞങ്ങളുടെ പ്രസിഡന്റിനോട് സംസാരിക്കാൻ എന്നുള്ള അർത്ഥത്തിൽ ഭയങ്കര ഹ്യൂമിലേറ്റ് ചെയ്തുകൊണ്ടാണ് സെലൻസ്കിയോട് സംസാരിച്ചത്. സെലൻസ്കി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഡിപ്ലോമസി അറിയാവോ എന്നാണ് വാൻസ് ചോദിച്ചത്. വാൻസിനോട് തിരിച്ചധികം ചോദിച്ചൊരു ചോദ്യമുണ്ട്. വാൻസ്, ഞങ്ങൾ 2014, 19, 20 ഞങ്ങൾ ഡിപ്ലോമസി കളിച്ചു, അതൊന്നും കേൾക്കാൻ പുടിൻ തയ്യാറായില്ല. ഈ പുടിനെ കുറിച്ചാണ് ഞങ്ങളോട് ഡിപ്ലോമസിയെ കുറിച്ച് പറയുന്നത്. ഒരു ഡിപ്ലോമസി അയാളുടെ കയ്യിൽ നടക്കില്ല. യൂറോപ്പ് നോക്കിക്കോളൂ, ഉക്രൈൻ കഴിഞ്ഞ അടുത്ത യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോളണ്ട് അടക്കം ആക്രമിക്കാൻ വരും. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കാർഡുകളൊന്നും ഇല്ലെന്നാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡും ഇല്ല, ട്രംപ് കാർഡ് എന്ന് പറയുന്ന പോലെ ഒന്നുമില്ല. പിന്നെ എന്ത് കളിക്കാണ് നിങ്ങൾ തയ്യാറാവുന്നത്? ഞങ്ങൾ പറഞ്ഞു കേട്ട് ഇറങ്ങിപ്പോ, ഞങ്ങൾ തന്ന ആയുധം കൊണ്ടല്ലേ നിങ്ങൾ ഇത്രകാലം ഫൈറ്റ് ചെയ്തത്. പക്ഷേ അവരുടെ ബ്രേവ് ആയിട്ട് നടത്തിയ ഒരു പോരാട്ടത്തെ പോലും കാണാതെ പോയി. ഒരുപക്ഷെ റഷ്യ വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചു. വൃത്തികെട്ടവനെന്നാണ് സെലൻസ്കിയെ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലുള്ളവർ പറഞ്ഞത്. എന്തായാലും എസ് കെ എൻ, ഒറ്റ ദിവസം കൊണ്ട് ലോകക്രമം മാറിയിരിക്കുന്നു. 2018 ഇതേ ട്രംപ് തന്നെ ചൈനയോട് ട്രേഡ് വാർ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്. ചൈനയും അമേരിക്കയും നേർക്കുനേർ വന്നത് ഒറ്റ ദിവസം ചൈനയെ ചീത്ത വിളിച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു ഓർഡിനറി ആയിട്ടുള്ള, നയതന്ത്രത്തിൽ ഒരിക്കൽ പോലും കേൾക്കാത്ത ഒരു സംഭവമാണ് അമേരിക്കയിൽ നടന്നിട്ടുള്ളത്. ട്രംപും അമേരിക്കൻ ഭരണകൂടവും ഒറ്റപ്പെട്ടിരിക്കുന്നു. സ്കെൻ പി നമുക്കിനിയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സുഖവിവരം കൂടി അറിയണം. നമുക്ക് അതിലേക്ക് പോകാൻ വരുമ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകത്തെ അന്തർദേശീയ രാഷ്ട്രീയത്തിലൊക്കെ വലിയ നടുക്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഇന്നലെ നടന്നത്. വ്ളാഡിമിർ സെലൻസ്കി അപമാനിച്ചു വിട്ടു എന്ന് പി ജെയിംസ് പറയുന്ന പോലെ അത്തരം ആക്ഷേപം പാശ്ചാത്യ മീഡിയയൊക്കെ ഉയർത്തുന്നുണ്ട്. ലോകരാജ്യങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഒരുപക്ഷേ അതിവേഗം അമേരിക്കൻ പ്രസിഡന്റ് ജനസ്വാധീനം കുറയാൻ ചിലപ്പോൾ ഇതൊക്കെ കാരണമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.